കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രമുഖ നേതാവും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദീർഘകാല ചെയർമാനുമായ രമേശൻ പാലേരി അന്തരിച്ചു. 3 പതിറ്റാണ്ടിലേറെയായി ULCCSനെ നയിച്ച അദ്ദേഹം സഹകരണ മേഖലയെ ആധുനിക വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചു നടത്തിയ വ്യക്തിയായിരുന്നു. 1995 മുതൽ ചെയർമാനായിരുന്ന രമേശൻ പാലേരിയുടെ നേതൃത്വത്തിലാണ് ഒരു സാധാരണ തൊഴിലാളി സഹകരണ സംഘം ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനമായി മാറിയത്. റോഡുകൾ, പാലങ്ങൾ, പൊതുമരാമത്ത് പദ്ധതികൾ, വിമാനത്താവള വികസനം, അടിസ്ഥാന സൗകര്യ നിർമ്മാണം തുടങ്ങി നിരവധി മെഗാ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സംഘത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിരുന്നു. സഹകരണ പ്രസ്ഥാനവുമായി തലമുറകളായി ബന്ധമുള്ള കുടുംബത്തിലാണ് രമേശൻ പാലേരി വളർന്നത്. 32 വർഷം സംഘത്തെ നയിച്ച പാലേരി കണാരന്റെ മകനും സംഘത്തിന്റെ 2ാമത്തെ പ്രസിഡന്റായിരുന്ന പാലേരി ചന്തമ്മന്റെ പേരക്കുട്ടിയുമായിരുന്നു അദ്ദേഹം. കുടുംബ പാരമ്പര്യമായി ലഭിച്ച സഹകരണ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാണ് അദ്ദേഹം മുന്നേറിയത്. നിർമ്മാണ രംഗത്ത് നിന്ന് IT മേഖലയിലേക്കുള്ള വളർച്ച അതിവേഗമായിരുന്നു. രമേശൻ പാലേരി നിർമ്മാണ രംഗത്ത് മാത്രം ഒതുങ്ങിയില്ല. സഹകരണ മേഖലയെ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റണമെന്ന ലക്ഷ്യത്തോടെ UL ടെക്നോളജി സൊല്യൂഷൻസ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക് രൂപം നൽകി. ഇന്ന് നൂറുകണക്കിന് യുവാക്കൾക്ക് അവിടെ തൊഴിൽ ലഭിക്കുന്നു. സൈബർ സുരക്ഷയും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള അത്യാധുനിക മേഖലകളിലേക്ക് സ്ഥാപനത്തെ നയിക്കാൻ രാജ്യത്തെ പ്രമുഖ IT വിദഗ്ധരെയാണ് അദ്ദേഹം ചുമതലയേൽപ്പിച്ചത്. നിർമ്മാണ മേഖലയ്ക്കപ്പുറം വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കും സഹകരണ മേഖലയെ എത്തിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പുസ്തകം വായിച്ച് പരീക്ഷ ജയിക്കുന്ന എഞ്ചിനീയർമാരല്ല, പ്രായോഗിക പരിചയമുള്ള യുവാക്കളെയാണ് നാടിന് ആവശ്യം എന്നായിരുന്നു രമേശൻ പാലേരിയുടെ നിലപാട്. ഈ ആശയം യാഥാർത്ഥ്യമാക്കിയാണ് ചവറയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. സാമ്പത്തിക വിദ്യാഭ്യാസത്തിനും തൊഴിൽ നൈപുണ്യത്തിനും പ്രാധാന്യം നൽകുന്ന ഈ സ്ഥാപനം ഇന്ന് നിരവധി യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് വഴി തുറക്കുകയാണ്. ഒരു സഹകരണ സ്ഥാപനം ലാഭം നേടുന്നത് കൊണ്ട് മാത്രം മതിയാകില്ലെന്നും സമൂഹത്തിന് എന്താണ് തിരികെ നൽകുന്നതെന്നതാണ് അതിന്റെ യഥാർത്ഥ വിജയമെന്നും രമേശൻ പാലേരി വിശ്വസിച്ചു. അതിന്റെ ഭാഗമായാണ് ഇരിങ്ങലിലെ സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ യാഥാർത്ഥ്യമായത്. ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്കും കരകൗശല തൊഴിലാളികൾക്കും വിപണിയൊരുക്കിയ ഈ സംരംഭം ഇന്ന് അന്താരാഷ്ട്ര കരകൗശല മേളയിലൂടെ ആയിരങ്ങളെ ആകർഷിക്കുന്ന കേന്ദ്രമാണ്. വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് കെയർ, സാമൂഹിക സേവനം തുടങ്ങി നിരവധി മേഖലകളിലും ULCCS സജീവമായത് അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ തെളിവാണ്. രാഷ്ട്രീയത്തിലേക്കും ഉയർന്ന പദവികളിലേക്കും നിരവധി ക്ഷണങ്ങൾ ലഭിച്ചിട്ടും അവയെല്ലാം അദ്ദേഹം വിനയത്തോടെ നിരസിച്ചു. ഊരാളുങ്കൽ തൊഴിലാളികളെ നയിക്കുന്നതിനേക്കാൾ വലിയ പദവി മറ്റൊന്നുമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. സ്വന്തം കുടുംബാംഗങ്ങളെ സ്ഥാപനത്തിൽ കയറ്റിയെന്ന ആരോപണം പോലും ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടില്ല. അധികാരത്തിലും വിജയത്തിലും എത്തിയപ്പോഴും ലാളിത്യവും വിനയവും കൈവിടാതെ സാധാരണക്കാരനായി ജീവിച്ച നേതാവായിരുന്നു രമേശൻ പാലേരി. സ്ഥാപനത്തിന്റെ വളർച്ചയുടെ മുഴുവൻ പ്രശംസയും തനിക്ക് നൽകുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇത് ഒരാളുടെ നേട്ടമല്ല, ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. വളർച്ചയുടെ ക്രെഡിറ്റ് പ്രതിസന്ധികളിൽ ഒപ്പം നിന്ന തൊഴിലാളികൾക്കാണ്. ഇന്ന് 10,000-കണക്കിന് തൊഴിലാളികളെയും 100-കണക്കിന് എഞ്ചിനീയർമാരെയും 1000-കണക്കിന് കുടുംബങ്ങളെയും ഒന്നിച്ചു ചേർത്തു നിർത്തിയ ആ ശബ്ദം നിലച്ചിരിക്കുന്നു. എന്നാൽ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമല്ല, തൊഴിലാളികൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സഹകരണ മാതൃക എന്ന ആശയം കേരളത്തിന് സമ്മാനിച്ച രമേശൻ പാലേരി സഹകരണ ചരിത്രത്തിലെ ഒരു അധ്യായമായി എന്നും ഓർമ്മിക്കപ്പെടും.